ഹായ്. അപ്പോൾ ഷീബ ആൻഡ് ആർ വി ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് സ്റ്റിച്ചിങ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു വെഡ്ഡിങ് ബ്ലൗസും എങ്ങനെ ബീഡ്സ് വർക്ക് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഇത് എൻ്റെ വല്യമ്മയുടെ മോൻ്റെ കല്യാണത്തിന് ഞാൻ ചെയ്ത് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ സ്റ്റിച്ചിങ് ചെയ്തത് ഞാനല്ല, സ്റ്റിച്ചിങ് വല്യമ്മയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ വെഡ്ഡിങ് വ്ളോഗ് ഞാൻ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ട് സപ്പോർട്ടൊക്കെ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ഒരു ബ്ലൗസുമ്പോൾ ഞാൻ വർക്ക് ചെയ്യാനായിട്ട് ആകെ കൂടിയിട്ട് മൂന്ന് തരം ബീഡ്സാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഒന്ന് സാധാരണ നോർമലി ചെറിയൊരു ബീഡ്സും അതിനേക്കാൾ കുറച്ചും കൂടി വലിപ്പം കൂടിയിട്ടുള്ള ഒരു ബീഡ്സും പിന്നെ നമ്മുടെ സ്റ്റോൺ ചെയിനാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഇത്തിരി വില കൂടുതൽ തോന്നിയത് സ്റ്റോൺ ചെയിനാണ്. കാരണം അതിന് 1 മീറ്ററിന് 30-40 രൂപയായിരുന്നു. എനിക്കിപ്പോൾ കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ അതിന് മാത്രമാണ് ഇച്ചിരി ഒരു പൈസ കൂടുതലായിട്ട് തോന്നിയത് കേട്ടോ. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ സ്മോൾ ബീഡ്സിൻ്റെ ഒരു ലെയർ വെച്ച് കൊടുത്തു. അതിനുശേഷം സ്റ്റോൺ ചെയിൻ, വീണ്ടും സ്മോൾ ബീഡ്സിൻ്റെ ഒരു ലെയർ വെച്ച് കൊടുത്തു. അതിനുശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഗം വെച്ച് ഒട്ടിച്ചതുകൊണ്ട് മാത്രം യാതൊരു കാര്യമില്ല. നമ്മൾ ഇത് തുന്നിയെടുക്കുക തന്നെ വേണം. തുന്നിയെടുത്താൽ മാത്രമേ ഇതിന് നമുക്ക് ലൈഫ് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിതെല്ലാം ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം എല്ലാ ബീഡ്സിൻ്റെ ഇതും ഞാൻ തുന്നി കൊടുക്കാറുണ്ട് കേട്ടോ. ഇതിപ്പോൾ ആരി വർക്ക് അറിയാത്തവർക്കും സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഞാനും ആരി വർക്കൊന്നും പഠിച്ചിട്ടില്ല. യൂട്യൂബിലൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് എങ്ങനെ തുന്നലും കാര്യങ്ങളും എങ്ങനെയൊക്കെയാണെന്ന് നോക്കിയിട്ട് നമ്മൾ സ്വയം ചെയ്ത് തുടങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അതിന് ഏറ്റവും വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ ക്ഷമ വേണം. കാരണം ഇത് കുറേ തുന്നിയെടുക്കണമെങ്കിൽ അത്യാവശ്യം സമയം നമുക്ക് വേണം കേട്ടോ. പക്ഷേ നമ്മളിത് പുറത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 2000-3000 രൂപയൊക്കെ വേണ്ടി വരും. അപ്പോൾ നമുക്ക് ആ പൈസയൊക്കെ നമുക്ക് സ്വയം ലാഭിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇത്രയും വർക്ക് നമ്മൾ ചെയ്തത് ചെറിയ ബീഡ്സ് വെച്ചിട്ടായിരുന്നു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് 2 സൈഡിലും ചെറിയ ബീഡ്സും അതിൻ്റെ സെൻറ്ററിൽ വലിയ ബീഡ്സാണ് കേട്ടോ തുന്നി കൊടുത്തിട്ടുള്ളത്. ഇനി ഞാൻ ചെയ്തിട്ടുള്ളത് ഒരു റാ ഷേപ്പിൽ ബീഡ്സ് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ ഓരോ ഷേപ്പിൽ ഞാനൊരു 13 ബീഡ്സാണ് വെച്ചിട്ടുള്ളത് കേട്ടോ.
അപ്പോൾ നമ്മുടെ ഒരു സൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബാക്കിയുള്ള ഭാഗങ്ങളിലൊക്കെ ചെറിയൊരു ഫ്ലവറിൻ്റെ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇനി അടുത്തത് നമ്മൾ ചെയ്യാനായിട്ട് പോണത് സ്ലീവാണ് കേട്ടോ. അപ്പോൾ സ്ലീവിൻ്റെ ഫസ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് ആദ്യം ചെറിയ ബീഡ്സിൻ്റെ ഒരു ലെയർ വെച്ച് കൊടുത്തു. അതിനുശേഷം നമ്മുടെ വലിയ ബീഡ്സ്, പിന്നെ വീണ്ടും ചെറിയ ബീഡ്സിൻ്റെ ലെയർ, അങ്ങനെ 3 ലെയറാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുള്ളത്. നമ്മൾ നെക്കുമ്മ ചെയ്തപ്പോൾ ഫസ്റ്റ് ചെറിയ ബീഡ്സ്, പിന്നെ സ്റ്റോൺ ചെയിൻ, പിന്നെ വീണ്ടും ചെറിയ ബീഡ്സാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ സ്ലീവിൻ്റെ വന്നപ്പോൾ ഞാനത് മാറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലീവുമ്മ നമ്മൾ നല്ല പോലെ സ്റ്റോൺ ചെയിൻ വർക്ക് വരുന്നുണ്ട്. അപ്പോൾ വീണ്ടും നമ്മൾ ഇതിൽ കൂടി സ്റ്റോൺ ചെയിൻ ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടാണ് ഞാനിവിടെ വലിയ ബീഡ്സ് വെച്ച് കൊടുത്തത് കേട്ടോ. സ്ലീവിൻ്റെ സെൻറ്റർ നമ്മൾ ആ ഒരു മടക്ക് നമുക്ക് കാണാനുണ്ടല്ലോ, ആ ഒരു സെൻറ്ററിൽ നിന്ന് നമ്മൾ 1.5 ഇഞ്ച് നമ്മൾ കറക്റ്റ് ഒരു ബോക്സ് പോലെ ആക്കിയിട്ട് വരയ്ക്കാനാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ മുകളിലും താഴെയായിട്ട് നമ്മൾ ഈ 1.5 ഇഞ്ച് കറക്റ്റ് അടയാളപ്പെടുത്തിയിട്ട് ബോക്സ് ആക്കി വരയ്ക്കും. ഇനി നമ്മൾ ഇവിടെ നിന്ന് ചെറിയൊരു ക്രോസ് പോലെ നമ്മൾ ഈ 1.5 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലോ, അതിൻ്റെ ഇതിൽ ചെറുതായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കാണ്ട് ചെറിയൊരു ക്രോസ് പോലെ ആക്കിയിട്ടാണ് കേട്ടോ ഇനി വരയ്ക്കാനായിട്ട് പോകുന്നത്. ഇതിപ്പോൾ 1.5 ഇഞ്ച് ഞാൻ എന്തുകൊണ്ട് എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു 6 ഇഞ്ച് ലെങ്ത്താണ് അതിലൊരു ഗ്യാപ്പായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു 1.5 ഇഞ്ച് വെച്ച് എടുക്കുകയാണെങ്കിൽ ഒരു 3 ലെയറാക്കിയിട്ട് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ 1.5 ഇഞ്ച് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ബ്ലൗസും എങ്ങനെയാണ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള ഗ്യാപ്പ് ഇട്ടിട്ട് നിങ്ങൾ ചെയ്താൽ മതി. അതിപ്പോൾ 1 ലെയറോ 2 ലെയറായാലും കുഴപ്പമില്ല കേട്ടോ. ഇതിപ്പോൾ എനിക്കൊരു 6 ഇഞ്ച് ലെങ്ത് ഉള്ളതുകൊണ്ടാണ് ഞാൻ അതൊരു 3 ലെയറാക്കിയിട്ടുള്ളത് കേട്ടോ.